2 പാകിസ്ഥാൻ ഡ്രോണുകൾ കൂടി ഇന്ത്യൻ ആർമി വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നു. 2 പാകിസ്ഥാനി ഡ്രോൺസ് ഷോട്ട് ഡൗൺ ബൈ ഇന്ത്യൻ ആർമി എയർ ഡിഫൻസ് യൂണിറ്റ്സ് ഇൻ നൌഷേര സെക്ടർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിലെ നൌഷേരയിൽ 2 ഡ്രോണുകൾ കൂടി വെടിവെച്ച് വീഴ്ത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു. അതേസമയം തന്നെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തു നിന്ന് കനത്ത ഷെല്ലിംഗ് നടക്കുന്നതായും വിവരമുണ്ട്. ഉറി സെക്ടറിൽ സാധാരണക്കാരെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന വിവരം നേരത്തെ അർജുൻ നൽകുകയും ചെയ്തിരുന്നു. 2 ഡ്രോണുകൾ കൂടി ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നു. നൌഷേരയിലാണത്. നൌഷേര സെക്ടറിൽ 2 ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നു. അതേസമയം തന്നെ അതിർത്തിക്ക് അപ്പുറത്തുനിന്ന്, നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുനിന്ന് ഇന്ത്യൻ ഭൂഭാഗങ്ങളിലേക്ക് ഇന്ത്യൻ സിവിലിയന്മാരെ, സാധാരണ പൗരന്മാരെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഷെല്ലിംഗ് നടക്കുകയുമാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അർജുൻ വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഉറിയിലും കുപ്വാരയിലും ഇന്ത്യൻ സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ നൌഷേരയിൽ 2 ഡ്രോണുകൾ കൂടി ഇന്ത്യ വെടിവെച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമുക്കറിയാം പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ തന്നെ ഇന്ത്യ വെടിവെച്ചിട്ടിട്ടുണ്ട്. ഒപ്പം ഡ്രോണുകളും വെടിവെച്ചിടുകയാണ്. എന്താണ് ഇപ്പോൾ ലഭ്യമാകുന്ന മുഴുവൻ വിവരങ്ങളും ക്രോഡീകരിച്ചാൽ പറയാൻ കഴിയുന്നത്? അഭിലാഷ്, ഇതിനോടകം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഒരു കളിപ്പാട്ടം എന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം എവിടെയൊക്കെ പാകിസ്ഥാന്റെ ഡ്രോണുകൾ കണ്ടിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ ഇന്ത്യ അത് വെടിവെച്ച് താഴെ വീഴ്ത്തിയിട്ടുമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകളാണ് നൌഷേരയിൽ 2 പാകിസ്ഥാൻ ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അത് വെടിവെച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ വന്ന കണക്കനുസരിച്ചാണെങ്കിൽ 100-ലധികം പാകിസ്ഥാൻ ഡ്രോണുകളാണ് ഇന്ന് കഴിഞ്ഞ 3 മണിക്കൂറിനിടയിൽ തന്നെ ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും അധികം ജമ്മു സെക്ടറിലായിരുന്നു. ജമ്മു വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് 50ഓളം ഡ്രോണുകളാണ് വന്നത്. അതിന് പുറമെ ജയ്സാൽമീർ ഉൾപ്പെടെ ഉദ്ധംപൂര്, പത്താൻകോട്ട്, അതിനെല്ലാം അവസാനമാണിപ്പോൾ നൌഷേരയിലും പാകിസ്ഥാന്റെ ഡ്രോണുമായി, പാകിസ്ഥാന്റെ കളിപ്പാട്ടവുമായി എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അത് ഇന്ത്യ നിമിഷ നേരം കൊണ്ട് വെടിവെച്ചിട്ടിരിക്കുന്നു. പാകിസ്ഥാന്റെ മിസൈലുകളും F-16ഉം JF-17ഉം എന്തിന് സർവേലൻസ് വിമാനം, AWACS വിമാനം പോലും തകർത്തിട്ട ഇന്ത്യയുടെ മുന്നിലേക്കാണ് ഇപ്പോൾ വീണ്ടും ഡ്രോണുമായി പാകിസ്ഥാൻ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഷെല്ലിങ്ങും കനത്ത ആർട്ടിലറി ഫയറിങ്ങും ഉറി, കുപ്വാര സെക്ടറുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പ്രത്യാക്രമണം കനത്ത രീതിയിൽ തന്നെ പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഡ്രോണുകൾ അങ്ങ് പാകിസ്ഥാൻ നഗരങ്ങളിൽ, തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിലും ലാഹോറിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴുമുണ്ട്. അത് തകർത്തിട്ടുണ്ടോ പാകിസ്ഥാൻ എന്നുള്ള വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ തീർച്ചയായും ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ അസീം മുനീറിന്റെ ദൃശ്യങ്ങൾ കാണാം. അസീം മുനീർ ഇന്ത്യയെ എത്ര തവണ വെല്ലുവിളിച്ചതാണ്. കശ്മീർ പാകിസ്ഥാന്റെ ജുഗുലാർ വെയിനാണെന്ന് പ്രഖ്യാപിച്ചതാണ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം പഹൽഗാം ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് ആവർത്തിച്ച ആളാണ്. ഇന്ത്യ വിരുദ്ധതയിൽ അധിഷ്ഠിതമായിരുന്നു അസീം മുനീറിന്റെ പ്രവർത്തനങ്ങളൊക്കെ. പാകിസ്ഥാന്റെ ജിഹാദി ജനറൽ എന്നാണ് അസീം മുനീർ അറിയപ്പെടുന്നത്. ആ ജിഹാദി ജനറൽ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. പാകിസ്ഥാൻ സേനയ്ക്കകത്ത് ഒരു ഉണ്ടായിരിക്കുന്നു, ഒരു അട്ടിമറി ഉണ്ടായിരിക്കുന്നു. അഭൂതപൂർവ്വമാണ്. പാകിസ്ഥാനിൽ സേനാ മേധാവിമാർ സിവിലിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കാറുണ്ട്. ഇവിടെ പട്ടാള മേധാവി തന്നെ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണോ പാകിസ്ഥാൻ പോകുന്നത്? പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, അസീം മുനീർ കസ്റ്റഡിയിലാണ് എന്ന വിവരങ്ങൾ പോലും വരുന്നുണ്ട്, സ്ഥിരീകരിക്കാമോ? അഭിലാഷ്, ഇത് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും വരുന്ന വാർത്തകൾ മാത്രമാണിത്. അതായത് അസീം മുനീറിനെ നീക്കം ചെയ്തു സേനാ മേധാവിയുടെ സ്ഥാനത്ത് നിന്ന് എന്നുള്ളതാണ്. പകരം ഇപ്പോൾ ഷംഷാദ് മിർസ ചുമതലയേറ്റു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമോ അല്ലെങ്കിൽ സ്ഥിരീകരണമോ ഒന്നും തന്നെ വന്നിട്ടില്ല. ചില സൂചനകളാണ് വരുന്നത്. പാക് സേനയ്ക്കുള്ളിൽ വലിയ തോതിൽ അട്ടിമറി നടന്നതായിട്ടുള്ള സൂചന. പാക് സേനാ മേധാവിയുടെ ജൽപ്പനങ്ങളും അതോടൊപ്പം തന്നെ നടപടികളുമൊക്കെ തന്നെ പാക് സേനയ്ക്ക് നാശം വരുത്തി അല്ലെങ്കിൽ മോശമുണ്ടാക്കി എന്നുള്ളൊരു വലിയ ആരോപണം, വലിയ പ്രതികരണം അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യയുടെ ഈ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ കൂടി വന്നപ്പോഴാണ് പാക് സേനയ്ക്കുള്ളിൽ തന്നെ ഇത്തരം നീക്കങ്ങൾ നടന്നതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതേസമയം പാക് സേനയ്ക്കുള്ളിൽ നിന്നും ഇപ്പോൾ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫായ ഷംഷാദ് മിർസ അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഷംഷാദ് മിർസയെ മറികടന്നാണ് അസീം മുനീറിനെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫായി നിയമിച്ചത്. ഈ ഒരു പശ്ചാത്തലം കൂടി ഈ ഒരു വിഷയത്തിൻ്റെ പിറകിലുണ്ട്. അതായത് തന്നെ മറികടന്നാണ് അസീം മുനീർ വന്നതെന്നുള്ളതും അസീം മുനീറിൻ്റെ വർഗീയത കലർന്ന വിദ്വേഷ പ്രസംഗങ്ങളുമൊക്കെ തന്നെ സേനയ്ക്ക് മാനഹാനി ഉണ്ടാക്കി എന്നുള്ളൊരു വികാരം പാക് സേനയ്ക്കുള്ളിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് വരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അഭിലാഷ്, എന്തായാലും അസീം മുനീർ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ സ്ഥിരീകരണത്തിന്റെ ആവശ്യമുണ്ട്. അതേസമയം നമുക്ക് സ്ഥിരീകരിച്ച് പറയാവുന്നത് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ വ്യോമാക്രമണവും കരയാക്രമണവും പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. ബരാമുള്ളയിൽ, ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ബരാമുള്ളയിൽ പാകിസ്ഥാൻ ഷെല്ലിംഗ് നടത്തുന്നതായ വിവരമുണ്ട്. നേരത്തെ ഉറിയിലും കുപ്വാരയിലും പാക് സേന
നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുനിന്ന് വെടിയുതിർത്തിരുന്നു. സാധാരണക്കാരെ ലക്ഷ്യം വെച്ച്, സിവിലിയന്മാരെ ലക്ഷ്യം വെച്ച് ഇപ്പോൾ ബരാമുള്ളയിലും പാകിസ്ഥാൻ ഷെല്ലിംഗ് നടത്തുകയാണ് എന്നാണ് വിവരം. അതേസമയം ഇന്ത്യൻ സേന തിരിച്ചടിക്കുന്നുണ്ട്. മുസാഫറാബാദിലേക്കടക്കം, അതുപോലെ തന്നെ കോട്ട്ലിയിലേക്കും മുസഫറാബാദിലേക്കും ഇന്ത്യൻ സേനയുടെ ഭാഗത്തുനിന്ന്, ഇന്ത്യൻ കരസേനയുടെ ഭാഗത്തുനിന്ന് കനത്ത ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. അതായത് അതിർത്തിയിൽ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും വളരെ ശക്തമായ ഷെല്ലിംഗ് നടക്കുകയാണ്. വി ബാലഗോപാൽ ജമ്മു കാശ്മീരിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തെ ലഭ്യമാകുമ്പോൾ അദ്ദേഹത്തിലേക്ക് പോവുകയും ചെയ്യാം. എന്തായാലും കനത്ത ഷെല്ലിംഗ് ഇപ്പോൾ നിയന്ത്രണ രേഖയുടെ അപ്പുറവും ഇപ്പുറവും നടക്കുകയാണ്. ബരാമുള്ളയിലേക്ക് പാകിസ്ഥാൻ ഷെല്ലിംഗ് നടത്തുന്നു. നൌഷേരയിൽ 2 പാകിസ്ഥാൻ ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു. ഉറിയിലും കുപ്വാരയിലും സിവിലിയൻ മേഖലയിലേക്ക് പാകിസ്ഥാന്റെ ആക്രമണം നടക്കുന്നു. അതേസമയം തന്നെ മുസാഫറാബാദ് അടക്കമുള്ള പാക് അധീന കശ്മീരിലെ നഗരങ്ങളിലേക്ക് ഇന്ത്യയുടെയും ആക്രമണം നടക്കുന്നു. ഇതാണ് കരസേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ. നാവികസേനയുടെ ഭാഗത്തുനിന്ന് INS വിക്രാന്തിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത്. കറാച്ചി പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് സ്ഥിരീകരണം ആവശ്യമുണ്ട്. അതേസമയം പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ, കറാച്ചിയും ലാഹോറും ഇസ്ലാമാബാദും അടക്കമുള്ള നഗരങ്ങളിൽ സ്ഫോടന ശബ്ദം കേൾക്കുകയാണ്. തലസ്ഥാനത്ത് ഇസ്ലാമാബാദിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പോലും സുരക്ഷിതനല്ല എന്നുള്ളതാണ് നമുക്ക് ഈ അർദ്ധരാത്രി പിന്നിടുമ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യം.